എന്നാൽ അതിന് ഒരു ശക്തമായിട്ടുള്ള കാരണം ഇവർക്കുണ്ട്. അതായത് ഇതിന് മുന്നേ ഭയങ്കര ആഡംബരമായിട്ടുള്ള ജീവിതം ഇവർ ജീവിച്ചിട്ടുണ്ട്. സോ ഉറപ്പായിട്ടും വീണ്ടും നിനക്ക് അതുപോലൊരു ജീവിതം ഞാൻ തരും, അതിനു വേണ്ടിയാണ് ഞാൻ ബിസിനസ് ചെയ്യുന്നത് എന്ന് ഹസ്ബൻഡ് പറയുന്നുണ്ട്. ഒരുമാതിരി പ്രോമിസിംഗ് ആയിട്ട് പറയുന്നുണ്ട്. എന്നാൽ അത് കേട്ട് എമിലിക്ക് ഒരുമാതിരി ഡിപ്രസ് ആകുന്നുണ്ട്. ഈ ഒരു ഡിപ്രഷൻ ദിനം ദിനം കൂടുന്നുണ്ട്. എത്രത്തോളം കൂടുന്നുണ്ടെന്ന് നോക്കിയാൽ ഇടയ്ക്കിടെ എമിലിക്ക് മയക്കം വരും. അങ്ങനെ ഒരു നാൾ കാർ പാർക്കിങ്ങിലേക്ക് കാർ എടുക്കാൻ വരുമ്പോൾ മയങ്ങി വീഴുന്നുണ്ട്. അപ്പോൾ അവിടെയുള്ള സെക്യൂരിറ്റി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് കാറിൽ കയറുന്നുണ്ട്. എന്നിട്ട് സെക്യൂരിറ്റി അവിടെ ഉണ്ടോ, തന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് ഒരു മിനിറ്റ് വലിഞ്ഞു നോക്കിയിട്ട് കാറിൻ്റെ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് എന്താണ് ചിന്തിച്ചതെന്ന് അറിയില്ല, വണ്ടി എടുത്തിട്ട് നേരെ വിട്ട് മതിലിടിച്ച് ആക്സിഡൻറ്റ് ഉണ്ടാകും. എന്താണെന്ന് നോക്കിയാൽ ആക്ച്വലി എമിലി സൂയിസൈഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ഈ ഒരു സ്ഥലത്ത് അങ്ങനെ കട്ട് ചെയ്ത് ഈ ഒരു പടത്തിലെ ഹീറോ ആയിട്ടുള്ള ജോണിനെ കാണിക്കുന്നുണ്ട്. സത്യത്തിൽ ഹീറോ ഒരു സൈക്കാട്രിസ്റ്റാണ്. ഇപ്പോൾ ഇവരുടെ അടുത്തേക്കാണ് നമ്മുടെ എമിലിയുടെ കേസ് വന്നിട്ടുള്ളത്. ആദ്യം ഹീറോ എമിലിയെ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. ആക്ച്വലി എയർ ബാഗ് ഓപ്പൺ ആയതുകൊണ്ട് വലുതായിട്ട് അപകടമൊന്നും പറ്റിയിട്ടില്ല. എന്നാലും എമിലി സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തുകൊണ്ട് നിറയെ ചോദ്യങ്ങൾ നമ്മൾ ഹീറോ ചോദിക്കാൻ തുടങ്ങുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിന് മുന്നേ ഇങ്ങനെയുള്ള തോട്ട്സ് വന്നിട്ടുണ്ടോ, എന്തിനാണ് ഇങ്ങനെ ചെയ്തത്, എന്തായാലും നിങ്ങൾ 10 ദിവസം അഡ്മിറ്റ് ചെയ്ത് ഒബ്സർവ് ചെയ്യേണ്ടി വരും എന്നൊക്കെ പറയുമ്പോൾ അയ്യോ അത് നടക്കില്ല ഡോക്ടർ, എൻ്റെ ഹസ്ബൻഡ് ഇപ്പോഴാണ് ജയിലിൽ നിന്ന് വന്നിട്ടുള്ളത്, അവർ ഓൾറെഡി 4 വർഷം ഞാൻ പിരിഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ അവർക്ക് ജോബില്ല, ഞാനും ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, എനിക്ക് എന്തോ പെട്ടെന്ന് അങ്ങനെ തോന്നി, അതുകൊണ്ട് എന്നെ ഒരു ഭ്രാന്തിയെ പോലെ ഒന്നും ട്രീറ്റ് ചെയ്യരുത്,